അല്ല, ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത്. അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. അങ്ങൊന്ന് നിർവചിക്കുമോ അത്? ആത്മീയത എന്താണ്? എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്താ അവസ്ഥ? ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അതിൽ നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? നിങ്ങൾ അതിനെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് അല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു പറ്റും. അത് ആ പഞ്ചസാരേനെ പറ്റും നക്കുമ്പോ അതിലൊരു മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? ആണോ? ആണെങ്കിൽ പറയട്ടെ, പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയത എങ്കിൽ പറയട്ടെ, ഞാൻ ചോദിക്കാം. ആത്മീയത ഞാൻ ചോദിക്കാം. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയാണ്, മധുരമാണോ ആത്മീയത? അദ്ദേഹം ആണെന്ന് പറയട്ടെ. അതാണോ ഉദ്ദേശിച്ചത്? മന്ത്രവാദി അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥവെന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥവെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി ജസ്റ്റ് വോണ്ട് ടു ടോക്ക്, ഹി ജസ്റ്റ് വോണ്ട് ടു വെയിറ്റ് ദ ടൈം, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെയാണ്. പറഞ്ഞുതരാം. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. Just leave it. ഇതാണ് ആത്മീയതയുടെ. വാണവും റോക്കറ്റും നേരത്തെ പറഞ്ഞ വിമാനം ഇപ്പൊ സെറ്റാക്കി തരാം.